ഞാനൊരു പച്ചയായ സത്യം പറയാം. 2025-ൽ മാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു AI ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രിയും വേണ്ട. AI എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ആരും പറയാത്തൊരു രഹസ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ 7 ലക്ഷത്തിലധികം ചെറുകിട ബിസിനസ്സുകളുണ്ട്. അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്കൊരു സിമ്പിൾ AI ഹെൽപ്പ് കിട്ടിയാൽ മാത്രം മതി. ആ ഹെൽപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മാസം 1 ലക്ഷം മുതൽ 3.5 ലക്ഷം രൂപ വരെ നേടാനുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കോഡിംഗ് അറിയാത്തതുകൊണ്ടോ കയ്യിൽ ഒരുപാട് കാശില്ലാത്തതുകൊണ്ടോ ഒരു AI ബിസിനസ് തുടങ്ങാൻ പറ്റില്ലെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അത് തെറ്റാണ്. വെറും 0 മുതൽ 10,000 രൂപ വരെ മാത്രം മുടക്കി ആർക്കും തുടങ്ങാൻ പറ്റുന്ന 5 AI ബിസിനസ്സുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീഡിയോ കഴിയുമ്പോൾ ഏതിനാണ് ഏറ്റവും ലാഭസാധ്യതയെന്നും ഈ ആഴ്ച തന്നെ ഇത് എങ്ങനെ തുടങ്ങാമെന്നും നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും. ദി ഓപ്പർച്യൂണിറ്റി നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട്. ഇന്ത്യയുടെ AI മാർക്കറ്റ് വളർച്ചയോടൊരു കണക്ക് ഞാൻ പറയാം. ഈ 2025-ൽ ഏകദേശം 75,000 കോടി രൂപയുടെ ഈ മാർക്കറ്റ് 6 വർഷം കൊണ്ട് വളരാൻ പോകുന്നത് 2.9 ലക്ഷം കോടി രൂപയിലേക്കാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഈ വളർച്ചയുടെ ഭാഗമാകാൻ നിങ്ങൾ സ്വന്തമായി AI ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നതാണ്. പകരം ഇപ്പോൾ തന്നെയുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്താൽ മാത്രം മതി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാ വർഷവും 30% എന്ന റേറ്റിലും കോണ്ടന്റ് ക്രിയേഷൻ 14% എന്ന റേറ്റിലുമാണ് വളരുന്നത്. ഇനി നിങ്ങളുടെ ചുറ്റുമുള്ള ബിസിനസ്സുകാരെക്കുറിച്ചുള്ള ആലോചിച്ച് നോക്കൂ. അവരിൽ മിക്കവരും തല പുകഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനും കൂടെ ഓടിയെത്താൻ അവർക്ക് സമയം കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയ നോക്കണോ, പുതിയ കോണ്ടന്റ് ഉണ്ടാക്കണോ, അതോ കസ്റ്റമേഴ്സിന് മറുപടി കൊടുക്കണോ? പുറമേന്ന് കാണുമ്പോൾ ഇതൊക്കെ ചെറിയ തലവേദനകളായി തോന്നാം. പക്ഷെ സത്യത്തിൽ നിങ്ങൾക്ക് പണമുണ്ടാക്കാനുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ അവസരങ്ങളാണിവ. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ആ ടോപ്പ് 5 ബിസിനസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 5, AI സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്. ഇത് തുടങ്ങാൻ വളരെ എളുപ്പമുള്ളൊരു ബിസിനസ്സാണ്. നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരെ അവരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് അക്കൗണ്ടുകൾ AI ടൂളുകൾ ഉപയോഗിച്ച് മാനേജ് ചെയ്യാൻ സഹായിക്കുകയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇതിൻ്റെ വരുമാന സാധ്യത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം 40,000 മുതൽ 1,50,000 രൂപ വരെ നേടാൻ കഴിയും. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് 3 ഹോട്ടലുകളെ ക്ലയൻ്റായി പിടിച്ചു. ഓരോരുത്തരും മാസം 12,000 രൂപ വെച്ച് കൊടുത്തു. 4 മാസം കൊണ്ട് അവൻ്റെ വരുമാനം മാസം 1,40,000 രൂപയായി. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. പോസ്റ്റ് ഐഡികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ChatGPT അല്ലെങ്കിൽ ജെമിനിയുടെ നാനോ ബനാന തന്നെ ധാരാളമാണ്. ഇവയുടെ ഫ്രീ വേർഷനുകൾ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് തുടങ്ങാം. ഇനി കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മിഡ്ജേണി പോലുള്ള പെയ്ഡ് ടൂളുകളും ഉപയോഗിക്കാവുന്നതാണ്. പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ ബഫർ പോലുള്ള ടൂളുകളുമുണ്ട്. ഇതിലേറ്റവും നല്ല കാര്യം എന്തെന്നാൽ ഈ ടൂളുകളുടെ എല്ലാം ഫ്രീ വേർഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്നതാണ്. ചുരുക്കത്തിൽ നിങ്ങൾ 5-10 ചെറിയ ബിസിനസ്സുകളുടെ ഒരു സോഷ്യൽ മീഡിയ മാനേജറായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള ചെലവ് വളരെ കുറവാണ്. ടൂളുകൾക്കായി മാസം 0 മുതൽ 5,000 രൂപ വരെ മാത്രം മതി. അത്രയും കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കടകളെ സമീപിച്ച് 1-2 ആഴ്ചയ്ക്കുള്ളിൽ ആദ്യത്തെ ക്ലയൻറ്റിനെ കണ്ടെത്താൻ സാധിക്കും. നമ്പർ 4, AI ഗ്രാഫിക് ഡിസൈൻ സർവീസ്. മിഡ്ജേണി, DALL-E, Canva AI പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ലോഗോ, സോഷ്യൽ മീഡിയ പോസ്റ്റ്, പരസ്യങ്ങൾ എന്നിവ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണിത്. ഇതിൻ്റെ വരുമാന സാധ്യത നോക്കുകയാണെങ്കിൽ 5-8 ക്ലയൻസ് ഉണ്ടെങ്കിൽ മാസം 50,000 മുതൽ 1,50,000 രൂപ വരെ സുഖമായിട്ടുണ്ടാക്കാം. ഒരു ക്ലയൻറ്റിന് വേണ്ടി ആകെ ആഴ്ചയിൽ 2-3 മണിക്കൂർ ചെലവഴിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്താണ് ഇതിലെ ജോലി എന്ന് നോക്കാം. ആദ്യം ക്ലയൻറ്റിൻ്റെ മനസ്സിലുള്ള ആശയം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം AI ഉപയോഗിച്ച് പലതരം ഡിസൈൻ ഓപ്ഷനുകൾ ഉണ്ടാക്കി അവർക്ക് നൽകുക. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ ബിസിനസ് തുടങ്ങാനുള്ള ചെലവ് 0 മുതൽ 5,000 രൂപ വരെ മാത്രമാണ്. തുടങ്ങാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. AI ഉപയോഗിച്ച് ഒരു 10-15 നല്ല ഡിസൈനുകൾ ഉണ്ടാക്കി അതൊരു പോർട്ട്ഫോളിയോ ആക്കി ആളുകളെ കാണിച്ചു തുടങ്ങുക. നമ്പർ 3, AI കോണ്ടന്റ് ക്രിയേഷൻ സർവീസ്. ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നത് AI ഉപയോഗിച്ച് ബ്ലോഗ് പോസ്റ്റുകൾ, വെബ്സൈറ്റിലേക്കുള്ള എഴുത്തുകൾ, പ്രോഡക്റ്റുകളുടെ വിവരണം, ഇമെയിലുകൾ എന്നിവയൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് എത്ര രൂപയുണ്ടാക്കാം? 8 മുതൽ 15 ക്ലയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം 60,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ സമ്പാദിക്കാൻ കഴിയും. സാധാരണയായി ഒരു ക്ലയൻറ്റ് 8 മുതൽ 12 കണ്ടന്റിനായി മാസം 6,000 മുതൽ 12,000 രൂപ വരെ തരും. ഇതിൽ നിങ്ങൾക്ക് 40 മുതൽ 60% വരെ ലാഭം കിട്ടും. ഇതിന് ജോലി വളരെ എളുപ്പമാണ്. ChatGPT, ജാസ്പർ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ആവശ്യമുള്ള കണ്ടന്റ് എഴുതുക. അതിനുശേഷം അത് ക്ലയൻറ്റിൻ്റെ സംസാര ശൈലിക്കനുസരിച്ച് ഒന്ന് മിനുക്കിയെടുക്കുക. അത്രയുള്ളൂ. ഇനി ചെലവിൻ്റെ കാര്യം നോക്കിയാൽ അത് വളരെ കുറവാണ്. ടൂളുകൾക്കായി മാസം 0 മുതൽ 8,000 രൂപ വരെ മാത്രമേ നിങ്ങൾക്ക് ചെലവ് വരൂ. ഈ ബിസിനസ് എന്തുകൊണ്ടാണ് ഒരു മികച്ച അവസരമാകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം.
ഒന്നാമത്തെ കാര്യം, എല്ലാ ബിസിനസ്സിനും കണ്ടന്റ് കൂടിയേ തീരൂ. രണ്ടാമത്തെ കാര്യം, സാധാരണ ഏജൻസികൾ ഒരു വാക്കിന് 5 രൂപ വരെ ഈടാക്കുമ്പോൾ നിങ്ങൾക്ക് 1 രൂപ 50 പൈസയ്ക്ക് കൊടുത്താൽ പോലും നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റും. നമ്പർ 2, AI പേഴ്സണൽ അസിസ്റ്റന്റ് സർവീസ്. ഈ സർവീസ് എന്ന് പറയുന്നത് വക്കീലന്മാർ, ഡോക്ടർമാർ, ബിസിനസ്സുകാർ, ഇതേപോലെ തിരക്കുള്ള ആളുകളുടെ കലണ്ടർ, ഇമെയിൽ, അപ്പോയിന്റ്മെന്റുകൾ പോലുള്ള കാര്യങ്ങൾ AI ടൂളുകൾ ഉപയോഗിച്ച് മാനേജ് ചെയ്തു കൊടുക്കലാണ്. ഇതിൽ നിങ്ങൾക്ക് മാസം 90,000 രൂപ മുതൽ 2.5 ലക്ഷം രൂപ വരെ സമ്പാദിക്കാം. ഒരു ക്ലയന്റിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് നിങ്ങൾക്ക് മാസം 15,000 രൂപ മുതൽ 25,000 രൂപ വരെ ഈടാക്കാം. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ജോലി എന്നല്ലേ? കലണ്ടർ മാനേജ്മെന്റിനായി മോഷൻ പോലുള്ള ടൂളുകൾ ഉപയോഗിക്കുക, ഇമെയിലുകൾക്ക് ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ ഉണ്ടാക്കുക. ചുരുക്കത്തിൽ നിങ്ങൾ അവരുടെ ജീവിതം എളുപ്പമാക്കുന്ന ഒരു അദൃശ്യ ശക്തിയായി മാറുകയാണ് വേണ്ടത്. ഇനി ഇതിന് എത്ര രൂപ ചെലവാകുമെന്ന് നോക്കിയാൽ പ്രധാനമായും ടൂളുകൾക്കായി മാസം 2,500 രൂപ മുതൽ 12,000 രൂപ വരെയാണ് വരുന്നത്. വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവരെ ടാർഗറ്റ് ചെയ്യുക എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. കാരണം അവരുടെ വിലപ്പെട്ട സമയം നിങ്ങൾ ലാഭിച്ചു കൊടുക്കുമ്പോൾ മാസം 20,000 രൂപയൊക്കെ തരാൻ അവർക്കൊരു മടിയുമുണ്ടാകില്ല. നമ്പർ 1, നോ കോഡ് ചാറ്റ്ബോട്ട് ഏജൻസി. ഒരു കോഡിംഗും അറിയാതെ തന്നെ ബിസിനസ്സുകളുടെ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, വെബ്സൈറ്റ് എന്നിവയിൽ കസ്റ്റമേഴ്സുമായി 24 മണിക്കൂറും സംസാരിക്കാൻ ചാറ്റ് ബോട്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ബിസിനസ്സാണിത്. ഇതിലെ വരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും 8-12 ക്ലയൻസിനെ വെച്ച് നിങ്ങൾക്ക് മാസം 1.2 ലക്ഷം രൂപ മുതൽ 3.5 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് 10 ക്ലയൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസം 25,000 രൂപയുടെ സർവീസ് എടുത്താൽ നിങ്ങളുടെ വരുമാനം 2.5 ലക്ഷം രൂപയായി. ഇത് ചെയ്യാൻ എളുപ്പമാണോ? തീർച്ചയായും. ബോർഡ്പ്രസ്, മിനി ചാറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് കോഡിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ചാറ്റ് ബോട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്താണ് ഇതിലെ ബിസിനസ് അവസരം? കൃത്യസമയത്ത് മറുപടി കൊടുക്കാത്തതുകൊണ്ട് മാത്രം ബിസിനസ്സുകൾക്ക് ദിവസവും ഒരുപാട് കച്ചവടം നഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ചാറ്റ്ബോട്ട് അവർക്ക് വേണ്ടി 24 മണിക്കൂറും സംസാരിച്ച് ആ നഷ്ടം ഇല്ലാതാക്കും. ഇതിനുള്ള ചെലവ് മാസം 4,000 രൂപ മുതൽ 20,000 രൂപ വരെ മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത് നമ്പർ 1 ആകുന്നതെന്നറിയാമോ? ഒന്നാമത്തെ കാരണം, ഈ മാർക്കറ്റ് വളരെ വലുതാണ്, പക്ഷേ ഈ സർവീസ് കൊടുക്കാൻ ആളുകൾ വളരെ കുറവാണ്. രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം ഇതാണ്. നിങ്ങൾ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി, ഉദാഹരണത്തിന് ഒരു റെസ്റ്റോറൻറ്റിന് വേണ്ടി ഒരു ബോട്ട് ഉണ്ടാക്കിയെന്ന് വെക്കുക. അടുത്തതായി അതേപോലെ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ ക്ലയന്റായി വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത ജോലിയുടെ 70% ഓൾറെഡി കഴിഞ്ഞിരിക്കും. ബാക്കിയുള്ള 30% കസ്റ്റമൈസേഷൻ മാത്രം ചെയ്താൽ മതി. ഇത് നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കും. ഈ ഐഡിയകളൊക്കെ കൊള്ളാമല്ലേ? പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇത് എങ്ങനെ തുടങ്ങും? അതിനായി ഞാൻ നിങ്ങൾക്ക് 4 ആഴ്ചത്തെ ഒരു ഗെയിം പ്ലാൻ തരാം. വെറും 4 ആഴ്ച കൊണ്ട് ബിസിനസ് തുടങ്ങാനുള്ള ഗെയിം പ്ലാൻ. വീക്ക് 1, വാലിഡേറ്റ്. നിങ്ങളുടെ കഴിവിന് ചേർന്നൊരു ബിസിനസ് തിരഞ്ഞെടുക്കുക. ഈ സർവീസ് ആവശ്യമുള്ള നിങ്ങളുടെ അടുത്തുള്ള 20 ബിസിനസ്സുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ ആഴ്ച അതിൽ 10 പേരെ നേരിട്ട് പോയി കാണുകയോ വിളിക്കുകയോ ചെയ്യുക. അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടോ? എന്നിട്ട് അവർ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചു കേൾക്കുക. വീക്ക് 2, ക്രിയേറ്റ് സിമ്പിൾ ഓഫർ. ഒറ്റ പാക്കേജ് വളരെ വ്യക്തമായി അവതരിപ്പിക്കുക. ഉദാഹരണത്തിന് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് മാനേജ്മെന്റ്. ആഴ്ചയിൽ 3 പോസ്റ്റുകൾ, ദിവസവും സ്റ്റോറികൾ, എല്ലാ കമന്റുകൾക്കും മറുപടി. ഇതിന് മാസം 17,000 രൂപ. ഒരു പേജിൽ ഒരു പേയ്മെന്റ് ലിങ്ക് വെച്ച് തയ്യാറാക്കുക. വീക്ക് പ്രീസെൽ. ഇപ്പോൾ തന്നെ വലിയ ടൂളുകളോ വെബ്സൈറ്റോ ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഓഫർ ബിസിനസ്സുകാരെ കാണിക്കുക. ആദ്യത്തെ മാസത്തിൽ 50% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുക. പകരമായി ഒരു നല്ല ടെസ്റ്റിമോണിയൽ ചോദിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്: 1-3 ക്ലയൻസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുക. ആ പണം ഉപയോഗിച്ച് ടൂൾസ് പർച്ചേസ് ചെയ്യുക. വീക്ക് 4, ഓവർ ഡെലിവർ. ക്ലയൻസ് പണം തന്നുകഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നൽകുക. വേഗത്തിൽ മറുപടി കൊടുക്കുക. അവർ ആവശ്യപ്പെടാത്ത സഹായങ്ങൾ പോലും ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: സംതൃപ്തനായ ഒരു ക്ലയന്റ് നിങ്ങൾക്ക് പുതിയ 3 ക്ലയൻസിനെ കൊണ്ടുതരും. വിജയിക്കാൻ ശരിക്കും എന്താണ് വേണ്ടത്? കഴിവുകളേക്കാൾ പ്രധാനം നിങ്ങളുടെ ബന്ധങ്ങളാണ്. നിങ്ങളുടെ ആദ്യത്തെ കുറച്ച് ക്ലയൻസ് നിങ്ങൾക്ക് പരിചയമുള്ളവരായിരിക്കും. പെർഫെക്ഷൻ അല്ല, സ്ഥിരതയാണ് വേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ലോകത്തിലെ ഏറ്റവും മികച്ചതാകണമെന്നില്ല, പക്ഷേ എല്ലാ മാസവും കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേഗത. കാരണം ഈ ആഴ്ച തുടങ്ങുന്ന ഒരാൾ പെർഫെക്റ്റ് സമയത്തിനായി കാത്തിരിക്കുന്ന ഒരാളെക്കാൾ 6 മാസം മുന്നിലായിരിക്കും. അതുകൊണ്ട് ഒന്നുറപ്പുക, ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ മത്സരം മറ്റ് ഏജൻസികളോടല്ല, മറിച്ച് കാര്യങ്ങൾ നാളേക്ക് നീട്ടിവെക്കുന്ന നിങ്ങളുടെ സ്വന്തം മടിയോടാണ്. ഇന്ത്യയുടെ AI മാർക്കറ്റ് 75,000 കോടിയിൽ നിന്ന് 2.9 ലക്ഷം കോടിയിലേക്കാണ് 2030 വളരുന്നത്. ഈ സർവീസുകൾ ആവശ്യമുള്ള 6.3 കോടിയിലധികം ബിസിനസ്സുകളുണ്ട്. ഈ അവസരം വളരെ വലുതാണ്, പക്ഷേ അത് അധികകാലം നിലനിൽക്കില്ല. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള എന്റെ ചാലഞ്ച്. ഈ ലിസ്റ്റിൽ നിന്ന് ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുക. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തിരിക്കണം. അത് 20 ക്ലയൻസിൽ നിന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത സർവീസിന്റെ ഒരു സാമ്പിൾ ഉണ്ടാക്കി നോക്കുന്നതോ ആകാം. പെർഫെക്റ്റ് ആകട്ടെ,
കുറച്ചുകൂടെ പണം വരട്ടെ, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇനിയും കാത്തിരിക്കരുത്. ഇന്ന് മാസം 2-3 ലക്ഷം രൂപയുണ്ടാക്കുന്നവർ നിങ്ങളെക്കാൾ ബുദ്ധിമാന്മാരായതുകൊണ്ടല്ല അത് നേടുന്നത്. അവർ നിങ്ങളെക്കാൾ മുൻപ് തുടങ്ങി, അത്രമാത്രം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. 12 മാസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് ഖേദിച്ചിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതോ ഈ മാസം ഞാനൊരു 1 ലക്ഷം രൂപയുണ്ടാക്കി എന്ന അഭിമാനത്തോടെ പറയാനാണോ? ടൂളുകൾ റെഡിയാണ്, മാർക്കറ്റ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇനി ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ: നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു?